അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങൾ നടക്കുമ്പം എല്ലായിടത്തും വല്ല ചിലയിടത്ത് ചില ആൾക്കാർ കൂടെ വന്ന് അധ്യക്ഷൻ്റെ ചെവിയിൽ ഒരു വലിയ ബാഡ്ജുമൊക്കെ കുത്തി മുടുത്ത ജിബായുമൊക്കെ ഇട്ട് വന്ന്, അപ്പം ഇരിക്കുന്ന മഹാജനങ്ങൾ മുഴുവൻ ഓർത്തോണം പുള്ളി ഇവിടുത്തെ വലിയവൻ. അതാ കൂടെ ഒന്നുമല്ല ഒന്ന് ചെന്ന് പറയുന്നത് വിശേഷമൊന്നുമില്ലെന്ന, യവനെ ഒന്നും ഏൽപ്പിച്ചതുമല്ല, എന്നാലും അങ്ങ് ചുമ്മാ കയറി കണ്ടിട്ടില്ല ആ ചായനെ ഉണ്ട്. അപ്പൊ ഇരിക്കുന്ന മഹാജനം മുഴുവൻ ഓർത്തോണം ഈ പുള്ളിയാ ഇവിടുത്തെ വലിയവൻ. കണ്ടിട്ടില്ലേ? സ്ഥലം പറയണോ? ഇനി വേണോ? ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടാലും ഇപ്പം മിണ്ടുകയല്ല. ഈ കയറി ചെന്നവൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നവനല്ല. അവൻ കൺവെൻഷൻ ആകുമ്പോൾ മുടുത്ത ബാഡ്ജുമൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്ന കാണാം, കൂടെ കയറും. സഭയിലൊരു ഉപവാസ പ്രാർത്ഥന വെച്ചാൽ ഇവനോ ഇവന്റെ വീട്ടുകാരോ സംബന്ധിക്കുന്നവരുമല്ല, എല്ലാവരുടെയും കാര്യമല്ല. അപ്പൊ എല്ലാവരും ധരിച്ചോണം പുള്ളിയാ ഇവിടുത്തെ വലിയവൻ. മനുഷ്യന്റെ എല്ലാ ഹൃദയത്തിലെ ആഗ്രഹം ഇതാ, വലിയവനാകണം. ഞാനാണ് ഈ വീട്ടിലെ വലിയവൻ, ഈ സഭയിലെ വലിയവൻ ഞാനാ, ഈ ദേശത്തെ വലിയവൻ ഞാനാ. ഈ പിള്ളേർ രണ്ടും ആരുടെയാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവരെ അടുത്തിരുത്തണം, ഇല്ലെങ്കിൽ അവരുടെ ചുമതലപ്പെട്ടവർ പിള്ളേരുടെ അടുത്ത് വന്നിരിക്കണം. ആരാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വാല്ലേ അവരെ അങ്ങോട്ട് വിളിക്കും. ഇങ്ങനെ അങ്ങ് കയറൂരി വിടരുത്. നമ്മുടെയാണോ? ഇപ്പം ആളുമില്ലേക്കല്ലേ? എന്നാൽ മോളെ ഇവരെ അങ്ങ്, അല്ലെ മോൾ ഇവിടെ വന്ന് മോള് പറഞ്ഞാവുന്ന അവന്മാരനുസരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്മാർ വില്ലന്മാരാ, രണ്ടും വില്ലന്മാരാ. എടേ അങ്ങ് പോടേ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരും. നിന്നെ ഞാൻ കൈ പോയെന്നൊന്നും ഞാൻ കരുതുകയില്ല. അവിടെ പോയി അമ്മച്ചി ഉണ്ടേ അമ്മച്ചിട്ടൊക്കെ പോയി ഇരിക്കുക, ചെരുപ്പൊക്കെ എടുക്കടാ, അവിടെ പോയി അടങ്ങിയിരിക്കും. നിനക്ക് ഞാൻ യോഗം കഴിയുമ്പോൾ മുട്ടായി തരാം അടങ്ങിയിരിക്കാമെങ്കിൽ, 2 പേർക്കും തരാം. എന്നെ കണ്ടേച്ചേ പോകാവുള്ളൂ കേട്ടോ. മുട്ടായും തരും, തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത് കൂടുതൽ ഞാൻ എന്തോ കൊടുക്കാനാ? എങ്ങനെയും ഒന്നിരിക്കണ്ടേ? അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരുടെയും ആഗ്രഹം വലിയവനാകാനാണ്. ഞാനാണ് ഈ വീട്ടിലെ പ്രധാനയാൾ, ഈ സഭയിലെ പ്രധാനയാൾ, ഈ ദേശത്തെ പ്രധാനയാൾ, ഈ സഭയുടെ മെയിൻ ആള്. അങ്ങനെ നമുക്ക് അറിയാമല്ലോ.